ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരവണ ഭവൻ ഹോട്ടലിൽ കിട്ടുന്ന അതേ രുചിയിലുള്ള വെജ് കുറുമ നമുക്ക് വീട്ടിലൊന്ന് തയ്യാറാക്കിയാലോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ അതിനായിട്ട് ഒരു കുക്കറിലേക്ക് ഞാൻ 2 ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ 1 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, 1 കപ്പ് ബീൻസ്, 1 സവോള, ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് 1 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഒരു ജാറിലേക്ക് 1 മൂടി തേങ്ങ ചിരവിയത്, അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു 20 കാഷ്നട്ട്, ഇഞ്ചി, 1 കഷ്ണം ഇഞ്ചി, ഒരു 5 പച്ചമുളക്, 1 പട്ട, 1 ഗ്രാമ്പു, 1 ഏലക്ക. അത്രയും മതി കേട്ടോ, കൂടുതൽ ആവാൻ പാടില്ല. ഒരു 5 ചെറിയുള്ളി. കൂടുതൽ പട്ടയും ഗ്രാമ്പും ആയി കഴിഞ്ഞാൽ അത് ഭയങ്കര കുത്തലായിരിക്കും. അപ്പം 1 നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണും കൂടെ വേണ്ട, കുറച്ച് മതി. അതെല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ കൂടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു അടി വട്ടമുള്ള നല്ലൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കാണ് ഞാൻ ഇത് വേവിക്കാൻ എടുക്കുന്നത്. ഇനി കുറച്ച് വെള്ളം കൂടുതലുണ്ട്. അപ്പോൾ ഈ വെള്ളം നന്നായി ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ കുറച്ചുകൂടെ കഷ്ണം വേഗവും വേണം. കൂടുതൽ 2 വിസിൽ വന്നു കഴിഞ്ഞാൽ കഷ്ണം നന്നായി ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ 1 വിസിൽ അടുപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ കഷ്ണം വേകട്ടെ. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. ഇനി അരപ്പ് ചേർത്ത ശേഷം എല്ലാവരുടെയും ഒന്ന് നല്ലപോലെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുത്തിട്ട് ഇനി ആ കുറച്ച് ജാറ് കഴുകിയ വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ കഷ്ണങ്ങളിലൊക്കെ മസാല പിടിക്കുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് കൂടുതൽ കുഴമ്പാവാനും പാടില്ല, അന്ന് ഒരുപാട് വെള്ളം പോലെ ആവാൻ പാടില്ല. നമുക്ക് ഒഴിക്കുമ്പോൾ ചാറൊന്നും ഒഴുകി പോവാത്ത തരത്തിൽ അത്രയും കുഴമ്പായിരിക്കണം. ഇത് നമ്മൾ കാഷ്നട്ടൊക്കെ അരച്ചിടുന്നതുകൊണ്ട് നല്ല കുഴമ്പായി മാറും. ഇത് കുറുകി വരും. നമ്മൾ ആറിയ ശേഷം നന്നായി കുറുകി വരും. അപ്പോൾ കുറച്ചുകൂടി വെള്ളത്തോടെ നമ്മൾ വേവിച്ചെടുക്കാം. ഇത് ആറിയ ശേഷം നന്നായി ഒന്ന് കുറുകി വരും. എല്ലാവരുടെയും ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കണം. അടിപ്പിടിക്കാൻ പാടില്ല. കാരണം ഇത് തേങ്ങയൊക്കെ അരപ്പ് ചേർത്തത് കൊണ്ട് അടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ ആകുമ്പോൾ ഈ ചാറോടുകൂടി ഇറക്കിയാൽ മതി. ഇനി ഇത് ആറുമ്പോൾ ഒന്നുകൂടെ കുറുകി വരും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ താളിക്കുന്നൊന്നുമില്ല. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ പച്ച കറിവേപ്പിലയുടെയും ഈ പച്ച വെളിച്ചെണ്ണയുടെയും മണം നല്ല ടേസ്റ്റാണത് ഈ കുറുമയ്ക്ക്. അപ്പം നമ്മുടെ വെജ് കുറുമ ഈ പരുവത്തിൽ ഇറക്കിയാൽ മതി. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ശരവണ ഭവൻ വെജ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പം, ഇടിയപ്പം, ചപ്പാത്തിക്ക് എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.